ലോകത്തിന് തന്നെ ഹയസ്റ്റ് പാലം ഉണ്ടാക്കിയതും പോരാ, അതിന് മുകളിൽ ഒരു കോഫി ഷോപ്പ് കൂടെ പണി വെച്ചിരിക്കുകയാണ്. ഇതുപോലത്തെ എഞ്ചിനീയറിംഗ് മാർബിളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചൈനയിൽ തന്നെ പോകണം. യെസ്, അപ്പൊ അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല. ഈ കാണുന്നത് ചൈനയിലെ ഗ്രാൻഡ് കാനിയൻ ബ്രിഡ്ജ് ആണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, ഞാനിവിടെ പറഞ്ഞത് ഹയസ്റ്റ് ബ്രിഡ്ജ് എന്നാണ്, അല്ലാതെ ടോളസ്റ്റ് ബ്രിഡ്ജ് എന്നല്ല. പൊതുവേ നമ്മൾ ഈ ടോളസ്റ്റ് എന്ന് പറയുമ്പോൾ സ്ട്രക്ചറിന്റെ ഹൈറ്റ് വെച്ചിട്ടാണ് പറയാറുള്ളത്. പക്ഷേ ഇവിടെ ഹയസ്റ്റ് എന്ന് പറയുന്നത് ഡെക്ക് ഹൈറ്റ് വെച്ചിട്ടാണ് കേട്ടോ. അതായത് ഈ ഒരു പാലത്തിന്റെ റോഡും തൊട്ട് താഴെ കാണുന്ന ഗ്രൗണ്ട് അല്ലെങ്കിൽ വാട്ടർ ബോഡിയും തമ്മിലുള്ള ആ ഒരു ഉയരത്തെയാണ് ഡെക്ക് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാലത്തെ സംബന്ധിച്ച് അത് 625 മീറ്റർ ആണ്. അതാണ് ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞത്. അതുപോലെ മൊത്തം നീളം വരുന്നത് 2890 മീറ്റർ ആണ്. പിന്നെ ചൈനയുടെ കാര്യം പറയുകയാണെങ്കിൽ വെറുതെ അവർ ഗതാഗതത്തിന് വേണ്ടി മാത്രം ഒരു പാലം പണിയാറില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എങ്ങനെ അത് ടൂറിസ്റ്റ് പ്ലേസ് ആക്കാന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായിട്ട് അറിയാം. ഇവിടെയും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് ഇതിനകത്തൊരു ഗ്ലാസ് വാക്ക് വേ ഉണ്ട്, അതുപോലെ പാരാഗ്ലൈഡിംഗ് പോലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇതൊന്നും കൂടാതെ 360 ഡിഗ്രി പനോരമിക് വ്യൂ ഓഫർ ചെയ്തുകൊണ്ട് ഈ ഒരു പാലത്തിന്റെ ഒരു ടവറിന്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു കോഫി ഷോപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ഇന്റർസ്റ്റെല്ലാർ കഫേ എന്നാണ് ഈ ഒരു കോഫി ഷോപ്പിന്റെ പേര്. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിന്റെ മുകളിൽ ഏറ്റവും മുകളിൽ കയറി ഇരുന്നിട്ട് ഒരു കോഫിയെ കുടിച്ച് ആ ഒരു വ്യൂ ഒക്കെ കണ്ടിരിക്കുമ്പോൾ ഒരു അവസ്ഥ എൻ്റെ മോനെ വേറെ ലെവൽ തന്നെ ആയിരിക്കും. പിന്നെ ഇത്രയൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ആലപ്പുഴയിലെ പടഹാരവും പാലവും ഏതാണ്ട് ഇതുപോലത്തെ ഒരു കൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ.